സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJPയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അവിടെ മാത്രമല്ല, വേറെ 1-2 സീറ്റുകളിലുണ്ട്. ഈ സ്ഥാനാർത്ഥി പട്ടിക വന്ന ശേഷം പലയിടത്തും അതിർത്തി അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? എവിടെ അതിർത്തി അസ്വാരസ്യം? സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ട ഒരുപാട് ആളുകളുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. ഫൈനലായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗീകരിച്ച പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ പേരുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സത്യമാണ്, കോൺഗ്രസിനകത്ത് ഒരുപാട് പേര് അർഹരായ നേതാക്കന്മാരുണ്ട് സ്ഥാനാർത്ഥികളാകാൻ. ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് 10 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളാകാൻ പറ്റാത്തവരെല്ലാം കൃത്യമായിട്ടും അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ പാർട്ടിയെ സഹായിക്കാൻ രംഗത്തുണ്ടാവും. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പെരുമ്പാവൂരിലെ പുതിയ സ്ഥാനാർത്ഥി വന്നു. സിറ്റിംഗ് MLA കൃത്യമായിട്ട് ഞാൻ സിറ്റിംഗ് MLAയുടെ നടപടി അങ്ങേറ്റം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം മാറ്റിയപ്പോഴും വളരെ പക്വതയോടെ പെരുമാറി എന്നുള്ളതല്ല. അല്ല, ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെൻറ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നവർ. മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങുക. ഞങ്ങളെ നാളെ രാവിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലേക്കെല്ലാം കേരളത്തിന് പുറത്തുള്ള സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ഒബ്സർവർമാർ വരും. ആ ഒബ്സർവർമാർ വരുന്ന 12-13 ദിവസക്കാലം കേരളത്തിലുണ്ടാകും. പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടപെട്ട് പരിഹരിക്കാനും പ്രവർത്തകരോട് സംസാരിക്കാനും നേതാക്കളോട് സംസാരിക്കാനും. പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന പരിഗണിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും അവരർഹിക്കുന്ന പരിഗണന ഉണ്ടാവും, സംശയമില്ല. അത് ശരി, അതാണോ ഇപ്പോഴത്തെ വാർത്ത? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഇതുവരെ പിടിച്ചിട്ടില്ല. ഇപ്പോൾ ചോദിച്ചു അഭിപ്രായ വ്യത്യാസമുണ്ടോ. ഇപ്പോൾ ഒരു മന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് 4 ദിവസമായിട്ട് ആൾ ഇറങ്ങിയോ? നിങ്ങൾ ആരെങ്കിലും മാധ്യമങ്ങൾ എഴുതിയോ? ഒരു മന്ത്രിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് 3-4 ദിവസമായിട്ട് അദ്ദേഹം പ്രചരണ രംഗത്ത് പോലും ഇറങ്ങിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് 2 പ്രാവശ്യം ഇറങ്ങുന്നു, അദ്ദേഹമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഇറങ്ങിയിരിക്കും. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേട്ടത് അദ്ദേഹം അവിടെ നിന്ന് മാറി വേറൊരു സീറ്റിൽ മത്സരിക്കുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞ വേറൊരാളെ മത്സരിക്കും. 5 സീറ്റുകളിൽ, അതുകൂടാതെ 5 സീറ്റുകളിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്, അർഹതപ്പെട്ടവരുണ്ട്, ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരെല്ലാം പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരായിട്ട് പാർട്ടി ഗവൺമെൻറ് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഉണ്ടാകുന്നവരായിരിക്കും, സംശയമില്ല. പക്ഷേ ഇതിന് നിങ്ങൾ ഉത്തരം പറ. ഒരു സിറ്റിംഗ് മന്ത്രിക്ക് അവരുടെ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. ക്ലിയറാണ് ആ റിസൾട്ട്, ഇൻഡിക്കേഷൻ ക്ലിയറാണ്. അപ്പോൾ അത് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണെന്ന് സംശയം വേണ്ട. പോസ്റ്റർ എൻ്റെ ചിത്രം വെക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാവരും ചിത്രം എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. പ്രധാനപ്പെട്ട പോസ്റ്ററുകളൊന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ല 100 സീറ്റിൽ ഓളം വാങ്ങിച്ചിട്ട് UDF ജയിക്കും. ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. പ്രചരണ പ്രവർത്തനം തുടങ്ങുകയാണ്. ഇനി താഴോട്ടില്ല, ഇനി ഓരോ അടിയും മുന്നോട്ടാണ്. ഇത് 100 സീറ്റിലെത്തി ഈ വിജയം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ UDFന് കഴിയും എന്നുള്ളതിന് സംശയമില്ല. കാരണം ഗവൺമെൻറ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കാണുകയുണ്ടായി. ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഉത്തരവാദികളെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് പോയവർ, ജയിലിൽ കിടന്നവർ, അവരെ ഇപ്പോഴും ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് അതിനകത്ത് പറയാനുള്ളത്? ഈ ഇലക്ഷൻ UDFൻ്റെ ഇലക്ഷനാണ്. ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിലൊക്കെ മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിട്ടും ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ ഇത്ര വൈകിപ്പിച്ച് അതൊരു ആശയക്കുഴപ്പത്തിലാക്കിയത് പ്രവർത്തകർ നീ കുറേ കാലം റിപ്പോർട്ട് ചെയ്തതല്ലേ. നിങ്ങൾ ഞങ്ങളെ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് എനിക്ക് മനസ്സിലാവുന്നത്. എവിടെയാണ് വൈകിയത് സ്ഥാനാർത്ഥികളെ ചർച്ച? നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയാണ്. അതും ഡീലാണോ എനിക്ക് സംശയമുണ്ട്. ഡിക്ലറേഷനും നോമിനേഷനും തമ്മിൽ ഒരു ദിവസം പോലും വ്യത്യാസമില്ലാതെ താങ്കൾ ഒരുപാട് ഡൽഹി പ്രവർത്തിച്ചതല്ലേ, ഒരുപാട് സ്റ്റേറ്റിലെ ഇലക്ഷൻ കണ്ടതല്ലേ.
എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഡിക്ലറേഷനും നോമിനേഷനും ഒരു ദിവസം തൊട്ടിട്ട്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ദുരൂഹത നടത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ആകെ നിങ്ങൾ എത്ര ദിവസമുണ്ട് ഇപ്പോൾ നോക്കിയേ? ഇപ്പോൾ നോമിനേഷൻ തീരുന്നത് 23-ാം തീയതി, വിഡ്രോവൽ 26-ാം തീയതി, 7-ാം തീയതി പ്രചരണം അവസാനിച്ചു. 26-ഉം 10-ഉം 6, 11 ദിവസം. ഇതിനിടയിൽ ദുഃഖ വെള്ളിയാഴ്ചയുണ്ട്, ഇതിനിടയിൽ ഈസ്റ്ററുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങൾ കൂട്ടിയാണ് പെരുന്നാൾ കഴിഞ്ഞു. അപ്പോൾ ഫലത്തിൽ 10 ദിവസം പോലും ഇല്ല ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ. ഇങ്ങനെ ഉണ്ടാവുന്ന ആരെങ്കിലും ധരിച്ചിരുന്നോ? ഞങ്ങൾക്ക് ധാരണയില്ലായിരുന്നു. ഞങ്ങൾ വ്യക്തമായിട്ടും ധാരണയോടുകൂടി സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകും. മുന്നണി ചർച്ചകൾ കഴിഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥിനകത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയാസവും കോൺഗ്രസ് സ്ഥാനാർത്ഥിനകത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാവും. ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ള അവകാശമുള്ളതുകൊണ്ടും, ഏത് CPM-നെ പോലെ അല്ലല്ലോ, അവിടെ ഒരാൾക്കല്ലേ പറയാൻ അവകാശമുള്ളൂ. ഇവിടെ എല്ലാവർക്കും പറയാൻ അവകാശമുള്ളതുകൊണ്ടും സീറ്റ് ചർച്ചകളിൽ ചില ചർച്ചകളുണ്ടായിരുന്നു. അത് നല്ലതാണ്. ഓരോ സീറ്റിനെക്കുറിച്ചും ചർച്ച വന്ന് ആ സീറ്റിൻ്റെ മെറിറ്റിനെ കുറിച്ച് പോകുന്നു, സ്ഥാനാർത്ഥിയുടെ മെറിറ്റിനെ കുറിച്ച് പോകുന്നു, നല്ലതാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല. വി ആർ അഹെഡ്. പിന്നെന്താ സംശയം? നിങ്ങൾ സുധാകരൻ്റെ വിഷയം എന്തായിരുന്നു കഴിഞ്ഞ 2-3 ദിവസക്കാലം നിങ്ങൾ ഉണ്ടാക്കിയത്? ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രതിസന്ധി. മിഞ്ഞാന്ന് വൈകുന്നേരം സുധാകരൻ്റെ പ്രസ്താവന കണ്ടാൽ മനസ്സിലായി എനിക്ക് എത്രയോ വലുതാണ് പാർട്ടി. ആ ഒറ്റ വാചകത്തിൽ തന്നെ. അതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ്റെ വികാരം. ശരി, നമസ്കാരം. അല്ല, ഇതാണ് ടാർഗറ്റ്. ഇന്നത്തെ ടാർഗറ്റ് ഇതാണോ? ഇത് ചോദിക്കാനാണോ ഇന്നത്തെ ടാർഗറ്റ്? അവിടെ നിന്ന് പറഞ്ഞത് ഇതാണല്ലേ? ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്. എല്ലാവരും KC-യുടെയും സതീശൻ്റെയും രമേശിൻ്റെയും ശശി തരൂരിൻ്റെയും സുരേഷിൻ്റെയും എല്ലാവരുടെയും സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ്സിൽ അങ്ങനെ ഒരാളും ഇല്ല. അത് CPM-ൽ ഒരാളെ തീരുമാനിക്കാൻ പാടുള്ളൂ. ആ തീരുമാനിച്ചാലേ നടക്കുള്ളൂ. അതാണ് ആ ഗോവിന്ദൻ മാഷൊക്കെ തളിപ്പറമ്പിലെ ഗോവിന്ദനും സുധാകരനൊക്കെ പറയുന്നത്. അതാണ്. അവിടെ വേറെ ആർക്കും തീരുമാനമാക്കുക. ഇവിടെ എല്ലാവർക്കും തീരുമാനിക്കാൻ അവകാശമുണ്ട്. ഇവിടെ എല്ലാവരുടെയും സ്ഥാനാർത്ഥികളാണ്. നമസ്കാരം. 25-ന് കോഴിക്കോട്.